Welcome all. Now we are going to see schedules based on serializability. So serial schedule എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ മോർ ദാൻ വൺ ട്രാൻസാക്ഷൻസ് ഒരു ഉള്ളതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയാം. T1 T2 എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. T1ൽ റീഡ് ഓഫ് എക്സ്, റൈറ്റ് ഓഫ് എക്സ്, കമ്മിറ്റ്. ദെൻ T2ൽ റീഡ് ഓഫ് വൈ, റൈറ്റ് ഓഫ് വൈ, commit. These are the operations. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ ചെയ്യാം. T1ലെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ചെയ്തതിന് ശേഷം, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് T1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം T2 കംപ്ലീറ്റ് ചെയ്യാം. അതിന് ചെയ്യുന്നതിനാണ് നമ്മൾ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയാം. ഇത് T1ലെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞതിന് ശേഷം T2 ചെയ്യാം, ഓർ T1 T2ലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം T1 ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയാം. അതായത് ഈ ഷെഡ്യൂൾ ഈസ് സീരിയൽ ഇഫ് for every transaction T participating in the schedule, for all the operations of T are executed consecutively in the schedule. Okay. ഇങ്ങനെയല്ലെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതൊരു ഷെഡ്യൂളാണ്, ഒരു ഷെഡ്യൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേറൊരു ഷെഡ്യൂൾ നമുക്ക് എഴുതാം. അതായത് T1 ആദ്യം റീഡ് ഓഫ് എക്സ് ചെയ്തു, എന്നിട്ട് T2ൽ റീഡ് ഓഫ് വൈ ചെയ്തു, ദെൻ T1ൽ റൈറ്റ് ഓഫ് എക്സ് ചെയ്തു, T2ൽ റൈറ്റ് ഓഫ് വൈ ചെയ്തു, ദെൻ ഇവിടെ കമ്മിറ്റ് ചെയ്തു, ഇവിടെ കമ്മിറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾസോ അനദർ ഷെഡ്യൂൾ. ഇതൊരു വേറൊരു ഷെഡ്യൂളാണ്. ഇതിന് നമ്മൾ പറയുന്നതാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ അല്ലെങ്കിൽ കൺകറന്റ് ഷെഡ്യൂൾ. അതാണ് സീരിയൽ ആൻഡ് കൺകറന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്താണെങ്കിൽ, ഇങ്ങനെ ഒരു കൺകറന്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരിയൽ ഷെഡ്യൂൾ, അതായത് ഒരു സീരിയൽ ഷെഡ്യൂൾ എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ഷെഡ്യൂൾ ഈസ് കോൾഡ് എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. അതായത് ഇതിന്റെ ഈക്വലന്റ് ആയിട്ട് നമുക്കൊരു സീരിയൽ ഷെഡ്യൂൾ എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയുന്നതാണ് ദിസ് ഷെഡ്യൂൾ is a serializable schedule. Okay, schedule S is serializable if it is equivalent to some serial schedule of the same end transaction. ഈ സെയിം ട്രാൻസാക്ഷൻസ് തന്നെ എന്ത് ചെയ്യുക, സീരിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറയുന്നതാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഇനി നമുക്ക് ഈക്വലന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു അല്ലേ, ഇതിന് ഈക്വലന്റ് ആയിട്ട് ഒരു ഷെഡ്യൂൾ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ഈക്വലന്റ് ഷെഡ്യൂൾസ് ഉണ്ട്. റിസൾട്ട് ഈക്വലന്റ്, ദെൻ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആൻഡ് വ്യൂ ഈക്വലന്റ്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് റിസൾട്ട് ഈക്വലന്റ് ഷെഡ്യൂൾസ് എന്ന് നോക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഷെഡ്യൂൾ S1ഉം S2ഉം തന്നിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ഒബ്ജക്റ്റ് ആണ്, ഡാറ്റ ഐറ്റംസ് ആണ് എയും ബിയും. ഓക്കെ. അപ്പോൾ ഈ എയുടെയും ബിയുടെയും final result, and after this transaction using this schedule, whatever be the final value of A and B, that will be same as the value after this schedule. അങ്ങനെയാണെങ്കിൽ, അതായത് ഈ രണ്ട് ഷെഡ്യൂളിന്റെയും ഫൈനൽ റിസൾട്ട് ഓഫ് ഡാറ്റ ഐറ്റം സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി ഡാറ്റ ഐറ്റം സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ രണ്ട് ഷെഡ്യൂൾസും ഈക്വലന്റ് ഷെഡ്യൂൾ ആണെന്ന്. ഓക്കെ, the definition is given. Two schedules are called result equivalent if they produce the same final state of the database. For example, നമുക്ക് ഇവിടെ നോക്കാം. Let A is equal to 100 and B is equal to 200. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. So A യുടെ വാല്യൂ റീഡ് ചെയ്തു. A is updated with 100. So A will be 200. Then A is returned back to the disk. Then it read value of B, that is 200. Again it is added with 100. So here, now in between that, the value of A is read here again. It is doing minus 100 again and return. That means here A value was 200. That is the 100 minus idu. Then here again namukku A value 100. That is A value will be 100. Then B read idu. B 100 add idu. That is 380. Right of B vechumbo B 300. Appo at the end of this schedule, A will be 100 and B will be 300. Okay. ഇനി ഈ ഷെഡ്യൂളിലും സെയിം വാല്യൂ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ദീസ് ടു ഷെഡ്യൂൾസ് ആർ റിസൾട്ട് ഈക്വലന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. എയുടെ വാല്യൂ 100 റീഡ് ചെയ്തു, പ്ലസ് 100 ചെയ്തു, 200 റിട്ടേൺ ബാക്ക്. സോ റിട്ടേൺ ബാക്ക് ടു ഡിസ്ക് ആസ് 200. That 200 will be read here. Then it is minus 100. Then what we have done is B read ചെയ്തു, that is B 200 read ചെയ്തു. Then A write ചെയ്തു. A write ചെയ്യാന്ന് പറഞ്ഞാൽ 100 ആണ് ഇപ്പോൾ എയുടെ വാല്യൂ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്തത്.
then അതിനുശേഷം b നെ 100 add ചെയ്തു, so b become 300, that b is returned back to the database, so or the disk. അപ്പോൾ b യുടെ വാല്യൂ ഇപ്പോൾ 300 ആയി. So after this schedule, value of a become 100 and b is also become 300. So here in both the schedule, നോക്കൂ ഇതിലെ ആ ഓപ്പറേഷന്റെ ഓർഡർ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഈ രണ്ട് ഷെഡ്യൂൾ തമ്മിൽ. കണ്ടു ഇവിടെ a മൈനസ് 100 ചെയ്തിട്ട് റൈറ്റ് ചെയ്യണതിന് പകരം ആ ടൈംസ് ഇത് ഈ കാണിക്കുന്നത് ടൈം സ്പാൻ ആണ്. ആ ടൈം സ്പാനിൽ എന്ത് ചെയ്തു, ബി റീഡ് ചെയ്തു. ഈ രണ്ട് ഷെഡ്യൂളിനും ടു ഡിഫറെന്റ് ഷെഡ്യൂൾസ് ആർ ഗെറ്റിംഗ് ദി സെയിം ഫൈനൽ റിസൾട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ദീസ് ടു ഷെഡ്യൂൾസ് ആർ കോൾഡ് റിസൾട്ട് ഈക്വലന്റ് ഷെഡ്യൂൾ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് മെൻ ബൈ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ഷെഡ്യൂൾ. അപ്പൊ കോൺഫ്ലിക്റ്റ് ഈക്വൽ എന്ന് പറയുന്നത് വേറൊരു കൺസെപ്റ്റ് ആണ്. ഒരു ഷെഡ്യൂൾ S1 ആൻഡ് S2, ഈ ഷെഡ്യൂളില് വരുന്ന ഓപ്പറേഷൻസ്, ആ ഓപ്പറേഷൻസ് എല്ലാ ഓപ്പറേഷൻസും അല്ല, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഈ രണ്ട് ഷെഡ്യൂളിലും സെയിം ആണെങ്കിൽ അതിന് പറയുന്നതാണ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ്. അപ്പൊ നമുക്കറിയണം എന്താണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് അല്ലേ. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റീഡ് റൈറ്റ്, റൈറ്റ് റീഡ്, then write write. ഒരു റീഡ് ചെയ്ത that is on the same data item. okay, read of x ആണെങ്കിൽ write of x, then write of x, read of x, write of x, write of x. the same data ഐറ്റത്തില് റീഡ് കഴിഞ്ഞ് റൈറ്റ് വരിക, റൈറ്റിന് ശേഷം റീഡ് വരിക, റൈറ്റ് വരിക, മീൻസ് അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് ഓപ്പറേഷൻ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് രണ്ട് ഷെഡ്യൂളിലും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ സെയിം ആണ്, സെയിം ഓർഡറിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് നമുക്ക് പറയാം, ഈ രണ്ട് ഷെഡ്യൂളും കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണെന്ന്. സോ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് പെയർ എന്ന് പറയുന്നത് എന്താണ്, അറ്റ്ലീസ്റ്റ് വൺ റൈറ്റ് ഉണ്ടായിരിക്കും, റീഡ് റൈറ്റ്, റൈറ്റ് റീഡ് ആൻഡ് റൈറ്റ് റൈറ്റ്. definitions we will see, two schedules are said to be conflict equivalent if the order of any two conflicting operation is same in both schedules. So two operations in the schedule are conflicting operations if they belong to the different transaction, access the same data item, and at least one of two operation is a write operation. So നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എക്സിന്റെ വാല്യൂ റീഡ് ചെയ്തു, ലെറ്റ് എക്സ് ഈക്വൽ ടു 100 ആണെന്ന് വിചാരിക്കാം. it is written like x minus 100. so ഇവിടെ സോറി ഇപ്പോൾ 200 ആണെങ്കിൽ ഇവിടെ അത് 100 ആയി മാറി. then ഇവിടെ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് എക്സ് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് വാല്യൂ അല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, ഇവിടെ എക്സിന്റെ വാല്യൂ ഇപ്പോൾ റൈറ്റ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ വരിക, ഈ റൈറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബഫറിലാണ് അപ്ഡേറ്റ് ആവുന്നത്, ഡാറ്റാബേസിലല്ല. വാല്യൂ എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ വേണ്ടത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് നോക്കുകയാണ്. അപ്പോൾ റീഡ് റൈറ്റ് ഇറ്റ് ഇസ് എ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ അല്ലേ. ഇതേ റീഡ് റൈറ്റ് ഇവിടെ ഉണ്ടോ നോക്കണം. യെസ്, ഹിയർ ഈസ് ഓൾസോ എ റീഡ് റൈറ്റ് അല്ലേ. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ എന്താണ്, ആ റീഡ് ചെയ്ത വാല്യൂ ഇവിടെ ആ അതേ ഐറ്റത്തിനെ റൈറ്റ് ചെയ്യണം. ഇനി നോക്കാം, അപ്പൊ ഒരു റീഡ് റൈറ്റ് ഇറ്റ് ഇസ് എ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ, ആ സെയിം ഓപ്പറേഷൻ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത കോൺഫ്ലിക്റ്റ് നോക്കുമ്പോൾ റീഡ് പ്രശ്നമില്ല, ദെൻ റൈറ്റ് റൈറ്റ്. ഓക്കെ, റൈറ്റ് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ റൈറ്റ്, this is right of x and this is right of y, so no issue. So here we have, this is not a conflict operation because this is x and this is y. So we'll take another, this read y, write y, this is another operation. So read y, write y means this is also another conflict operation. അതേ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഇവിടെയും വരുന്നുണ്ട് അല്ലേ. സോ എന്താണ്, ഇതില് ഉള്ള രണ്ട് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസും ഇതിലും വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ദീസ് S1 ആൻഡ് S2 ആർ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ്. conflict equivalent. Okay, so we'll see next example. S1 S2 again two transaction. ഇവിടെ എന്താണ്, റീഡ് റൈറ്റ് വന്നിട്ടുണ്ട് അല്ലേ, റീഡ് റൈറ്റ് സെയിം ഡാറ്റ ഐറ്റത്തിലാണ്. സോ റീഡ് റൈറ്റ് ഇവിടെ ഉണ്ട്, സോ സെയിം ആണ്, ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ഇസ് ദർ, റൈറ്റ് ഇസ് ദർ. അപ്പോൾ ഇയാൾ റൈറ്റ് ചെയ്തു, ഇയാള് T2 റൈറ്റ് ചെയ്തു, T1 റൈറ്റ് ചെയ്തു. ഓക്കെ, ഹിയർ ഓൾസോ T1 റൈറ്റ് ആൻഡ് T2 റൈറ്റ്. ആ സെയിം ഓപ്പറേഷൻ അവിടെ ഉണ്ട്, T2ലും T1ലും ഉണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ
T1 റൈറ്റ് ചെയ്തത് T2 റീഡ് ചെയ്യുന്നുണ്ട്. ഈ T1 റൈറ്റ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും T2 റീഡ് ചെയ്യുന്നുണ്ടോ? നോ, റൈറ്റ്? ബിക്കോസ് ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് റീഡ് ഓപ്പറേഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ഉണ്ട്. ദാറ്റ് ഓപ്പറേഷൻ ഇസ് നോട്ട് പ്രസന്റ് ഹിയർ, അല്ലേ? ഇത് ടൈം ലൈൻ ആണ്. അപ്പൊ റൈറ്റ് ചെയ്തതിന് ശേഷം റീഡ് ചെയ്യണ്ടോന്നാണ്. ഇവിടെ റൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾ റീഡ് ചെയ്യണത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ ഇല്ല. അതുപോലെ നോക്കൂ, ഇയാൾ റീഡ് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പുറത്തും ഇല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ഷെഡ്യൂൾ. കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ എന്താണ് രണ്ട് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ഷെഡ്യൂൾസ് എന്ന് ക്ലിയർ ആയെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പൊ നമ്മൾ സീരിയലൈസബിൾ എന്താന്ന് പറഞ്ഞു, അല്ലേ? അതായത് ഒരു കൺകറന്റ് ഷെഡ്യൂളിനെ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഈക്വലന്റ് ആയിട്ട് സീരിയൽ ഷെഡ്യൂൾ എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്നതാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ. ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിന് കോൺഫ്ലിക്റ്റ് ഈക്വലൻസി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പം ഈ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ചെയ്യാനായിട്ട് നമുക്കൊരു അൽഗോരിതം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ അതിനെ ആ ഷെഡ്യൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിസീഡൻസ് ഗ്രാഫ് ഫോം ചെയ്യും. പ്രിസീഡൻസ് ഗ്രാഫ് ഫോം ചെയ്തതിന് ശേഷം അതിൽ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ നോക്കും. സൈക്കിൾ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് നോട്ട് സീരിയലൈസബിൾ. ഇഫ് സൈക്കിൾ ഇസ് നോട്ട് ദർ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, എന്നിട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സീരിയലൈസബിൾ ഓർ അതിന്റെ കറസ്പോണ്ടിങ് സീരിയൽ ഷെഡ്യൂളും കണ്ടുപിടിക്കണം. സോ വിൽ റീഡ് ദി steps first. So what we need to do is we have to look only read item and write item. Okay, read write operations മാത്രം നോക്കിയാൽ മതി. ഇൻ ബിറ്റ്വീൻ എന്ത് ഓപ്പറേഷൻസ് വന്നാലും, അതായത് എന്തെങ്കിലും അപ്ഡേഷൻസോ A-100 അങ്ങനെ എന്ത് അപ്ഡേഷൻ വന്നാലും നമുക്കത് പ്രോബ്ലം ഇല്ല. We need to look only read and write operation. Then we have to construct the precedence graph. Okay, then precedence graph എങ്ങനെയാണ് വരയ്ക്കുക നമുക്ക് നോക്കാം. A graph with directed edge ആണ് precedence graph. ഇനി അതിലെങ്ങനെയാണ് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് വി നീഡ് സം വേർട്ടിസസ് ആൻഡ് എഡ്ജസ്, അല്ലേ? ഈ വേർട്ടിസസ് എന്ന് പറഞ്ഞത് കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. രണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ രണ്ട് വേർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സ് ആണ് വരിക. ദെൻ മൂന്ന് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ദർ വിൽ ബി 3 നോഡ്സ്. ഇനി എഡ്ജ് വേണം, അല്ലേ? ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ വേർട്ടിസസ് ആൻഡ് എഡ്ജസ് പ്രസന്റ് ആയിരിക്കണം. എഡ്ജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എഡ്ജ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ അതായത് ഇപ്പൊ നമുക്കൊരു റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട് T1 T2ലേക്ക്. അങ്ങനെയാണെങ്കിൽ T1 T2ലേക്ക് വിൽ ബി ഹാവിങ് എ ഡയറക്റ്റഡ് എഡ്ജ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എഡ്ജ് വരിക എന്നുള്ളത്. ഇനി അങ്ങനെ എഡ്ജ് വരച്ചതിന് ശേഷം ഈ ഗ്രാഫില് ഒരു സൈക്കിൾ ഫോം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇതൊരു സൈക്കിളായി, അല്ലേ? അങ്ങനെ സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഇഫ് ദർ ഇസ് നോ സൈക്കിൾ, ഇറ്റ് ഈസ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ. അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ നമുക്ക് വരാവുന്നത് T1 ഉണ്ട്, T2 ഉണ്ട്. ഇവിടെ റീഡ് ഓർ ഇറ്റ് ഷുഡ് ബി സെയിം ഡാറ്റ ഐറ്റം. ഓക്കെ, ഇവിടെ റീഡ് ഓഫ് എക്സ്, ഇവിടെ റൈറ്റ് ഓഫ് എക്സ്, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? T1 is here, T2 is here. There is an arrow from or a directed edge from T1 to T2. ഇനി നെക്സ്റ്റ് കേസ് T1 and T2, we have write of x and read of x. We are looking only the conflict operations. So അതാണെങ്കിൽ എന്താ? T1 T2ലേക്ക്, T1 T2ലേക്ക്, സോ T1 T2ലേക്ക്. അതായത് റൈറ്റ് റീഡ് ഏതാണ് ആ സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ എഡ്ജും റെപ്രസെന്റ് ചെയ്യും. Then again T1 T2, we have right of x and right of x. Then ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് T1 T2ല് there is a directed edge. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ പ്രിസീഡൻസ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ വിൽ ടേക്ക് വൺ എക്സാമ്പിൾ. ആഫ്റ്റർ ദാറ്റ് വിൽ സീ ഹൗ ഇറ്റ് കംസ്. ഓക്കെ, ഇതിപ്പോൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. ഐ വിൽ ഗീവ് എ സ്മോൾ എക്സാമ്പിൾ ഫസ്റ്റ്. ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് യു ക്യാൻ ട്രൈ ഫോർ ദിസ് എക്സാമ്പിൾ ഓൾസോ. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഏതൊക്കെ ഒരു ട്രാൻസാക്ഷൻ T1ൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എയിൽ തന്നിരിക്കുന്നത്. Then these schedule E and schedule F are two types of schedule. Okay, so we'll have a small example first. നോക്കാം.
ഇവിടെ T1 and T2 two transactions. These are the operations on them. So എന്താണ് നമ്മളിപ്പോൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് ട്രാൻസാക്ഷൻ ആണ് ഉള്ളത്. സോ വി ഹാവ് two nodes T1 and T2. ഇനി എന്താണ് we are going to find the conflict operations. അപ്പോൾ T1 and T2 രണ്ടെണ്ണം തമ്മിലാണ്. ഇപ്പോൾ R of x and W of x സെയിം ട്രാൻസാക്ഷനിലാണ്. അത് കോൺഫ്ലിക്റ്റ് അല്ല. ഡിഫറെൻറ്റ് ട്രാൻസാക്ഷനിൽ വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആയിട്ട് മാറുന്നത്. സോ RX W of x. സോ ഇതൊരു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്. സോ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, T1 നിന്ന് T2ലേക്ക് ആരോ വയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ വീണ്ടും നോക്കുമ്പോൾ റൈറ്റ് അഗെയിൻ ഇവിടെ ഉണ്ട് അല്ലേ. വീണ്ടും T1 നിന്ന് T2ലേക്ക് റൈറ്റ് ഇറ്റ് ഇസ് അഗെയിൻ എ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു ഒറ്റ എഡ്ജ് വരച്ചിട്ടുണ്ട്. സോ ബിറ്റ്വീൻ T1 ആൻഡ് T2 ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വേറെ മോർ ദാൻ വൺ ഉണ്ടെങ്കിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കാം T2 നിന്ന് T1ലേക്ക് ഉണ്ടോന്ന്. സോ T2 നിന്ന് T1 നോക്കുകയാണെങ്കിൽ ഇവിടെ R of x ഉണ്ട്, ഇവിടെ റൈറ്റ് ഓഫ് എക്സ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, R of x റൈറ്റ് ഓഫ് എക്സ്. R of x എവിടെ കിടക്കുന്നത് T2ല്, റൈറ്റ് ഓഫ് എക്സ് T1ല്. സോ T2 നിന്ന് T1ലേക്ക് ആരോ ഉണ്ട്. ഇതെന്താണ്, ദിസ് ഫോംസ് എ സൈക്കിൾ അല്ലേ. ഇനിയും ഓപ്പറേഷൻസ് ഉണ്ടാവാം, പക്ഷെ നമുക്ക് ഒരു വട്ടം T2 നിന്ന് T1ലേക്ക് ഒരു ആരോ കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. സോ എന്താണ് ഇവിടെ നോക്കൂ, T1 T2 T2 T1. ദിസ് ഇസ് എ സൈക്കിൾ, റൈറ്റ്. So there is a cycle. Cycle ഉണ്ടെങ്കിൽ എന്താണ്, it is not conflict serializable. Cycle present ആണെങ്കിൽ conflict serializable ആയിരിക്കില്ല. അതായത് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീരിയൽ ഷെഡ്യൂൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഇതിന്റെ മീനിങ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, ഇവിടെ 3 ട്രാൻസാക്ഷൻ ആണ്. സോ വി നോ ദാറ്റ് വി ഹാവ് 3 നോഡ്സ്. T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം T1 നിന്ന്, ഇതൊരു ഓർഡറിൽ T1 നിന്ന് T2 T3 നോക്കാം, ദെൻ T2 നിന്ന് T1 T2 T3, ദെൻ T3 നിന്ന് T1 T2. ആ ഒരു ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നമുക്കിപ്പോൾ R of x, T1ൽ R of x ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇപ്പുറത്ത് റൈറ്റ് ഓഫ് എക്സോ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് എക്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. R of x ഉണ്ട്, W of x ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്, T1 നിന്ന് T2ലേക്ക് ആരോ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, T1 നിന്ന് T3ലേക്ക് ഉണ്ടോ നോക്കാം. ഇവിടെ റീഡ് ഓഫ് എക്സ് ആണ്, ഇവിടെ റീഡ് ഓഫ് എക്സ്, ഇത് എക്സിനെ യൂസ് ചെയ്യുന്നില്ല, അപ്പൊ പ്രശ്നമില്ല. റൈറ്റ് ഓഫ് എക്സ് അഗെയിൻ എക്സ് ഈസ് നോട്ട് യൂസിങ്. ഇവിടെ R of y-യും W of y-യും, ഇവിടെ ഈ R of y-യും W of y-യും ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഒറ്റ ഓപ്പറേഷനും ഇല്ല, അപ്പൊ കുഴപ്പമില്ല. ഓൾറെഡി ഇപ്പൊ T1 നിന്ന് T3ലേക്ക് there is no arrow. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ T2 എടുക്കാം. T2 ന്ന് T1 നോക്കാം. T2 ന്ന് T1 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ Z യൂസ് ചെയ്യുന്നില്ല, നോ ഇഷ്യൂ. ഇവിടെ R of y ഉണ്ട്, W of y ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ R of y ഉണ്ട്, W of y ഉണ്ട്. സോ T2 ന്ന് T1ലേക്ക് ഓൾറെഡി കണക്ഷൻ ആയി. ഇപ്പൊ തന്നെ സൈക്കിൾ ഫോം ചെയ്തു, റൈറ്റ്. സൈക്കിൾ ഒരു ഒറ്റ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് പറയാം ദാറ്റ് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടിയൊക്കെ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വൺസ് ഇറ്റ് ഫോംസ് എ സൈക്കിൾ, ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഫോംസ് എ സൈക്കിൾ, സോ ഇറ്റ് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് T2 നോക്കിക്കഴിഞ്ഞാൽ T2 ന്ന് T3 നോക്കാം. Z is using here right of Z. അപ്പോൾ T2 ന്ന് T3ലേക്ക് ഉണ്ട്. സോ T2 ന്ന് T3ലേക്ക് പ്രസന്റ് ആണ്. ഇനി T3 എടുക്കാം. T3 ന്ന് T1ലേക്ക്. റൈറ്റ് ഓഫ് y, റീഡ് ഓഫ് y, റൈറ്റ് ഓഫ് y. യെസ്, റീഡ് ഓഫ് y, റൈറ്റ് ഓഫ് y. സോ T3 ന്ന് റീഡ് ചെയ്തത് T1 റൈറ്റ് ചെയ്യുന്നു. അഗെയിൻ ഫോംസ്, ഇവിടെ നോക്കൂ, അഗെയിൻ T1 T2 T1 T2 T3 T1 നെക്സ്റ്റ് സൈക്കിൾ ആയി, റൈറ്റ്. ഇനി T3 ന്ന് T2ലേക്കും കൂടി നോക്കാം. T3 ന്ന് ഇവിടെ റീഡ് ഓഫ് y, ഇറ്റ് ഇസ് നോട്ട് യൂസിങ്, റീഡ് ഓഫ് Z, റീഡ് ഓഫ് y, റീഡ് ഓഫ് Z. അപ്പൊ ഇതിന് ശേഷം ഇവിടെ പ്രശ്നമില്ല. സോ ദിസ് ഇസ് ദി ഫൈനൽ പ്രസിഡൻസ് ഗ്രാഫ്. ഓക്കെ, ദിസ് ഈസ് അവർ precedence graph obtained, and it forms cycle. It has cycle. അപ്പൊ എന്ത് പറയാം, it is not conflict serializable. It is not conflict serializable. Okay, then we'll take our next example.
T1, T2, T3, again 3 transaction. Immediately you can draw for 3 nodes. Okay. R of x, W of x is here. Okay. So T1, T2, there is a edge. T1, T2, T1, T3, R of x, W of x. After that, no x item is reading and item is writing. R of y, there is no issue. Okay. Next T2. T2 എന്ന് T1 ലേക്ക് നോക്കാം. ഇവിടെ Z, ഇവിടെ Z ഇല്ല. ഇവിടെ Y, ഇവിടെ ഇതിന് ശേഷം ഒറ്റ ഓപ്പറേഷനും ഇല്ല. സോ നോ ഇഷ്യൂ. ഇനി T2 എന്ന് T3 ലേക്ക് നോക്കാം. T2 കഴിഞ്ഞിട്ട് T3യുടെ ആരും വരുന്നില്ല. സോ T2 എന്ന് T3 ലേക്കും എഡ്ജ് ഇല്ല. ഇനി T3 എടുക്കാം. T3 ന്ന് T1 ലേക്ക് ഇവിടെ Y റൈറ്റ് ചെയ്യുന്നുണ്ട്. സോ T3 ന്ന് T1 ലേക്ക് ഉണ്ട്. T3 ന്ന് T1 ലേക്ക് പ്രസന്റ് ആണ്. ഇനി Z, T3 ന്ന് T2 ലേക്ക് നോക്കാം. ഇവിടെ Z, ഇവിടുത്തെ Rനെ Yനെ റൈറ്റ് ചെയ്തു, റീഡ് ചെയ്തത് റൈറ്റ് ചെയ്തു. സോ T3 ന്ന് T2 ലേക്കും ഉണ്ട്. സോ നമ്മളെല്ലാം ചെക്ക് ചെയ്തു. സോ ഇവിടെ സൈക്കിൾ ഫോം ചെയ്യണ്ടോ നോക്കൂ. T1, T2, ബട്ട് ഇവിടുന്ന് ഇങ്ങോട്ടില്ല അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഫോമിംഗ് സൈക്കിൾ. ദർ ഇസ് നോ cycles in this graph. There is no cycles means it is conflict serializable. It is conflict serializable. അപ്പോൾ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സീരിയൽ ഷെഡ്യൂൾ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സീരിയൽ ഷെഡ്യൂൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് സീരിയൽ ഷെഡ്യൂള് കിട്ടാൻ വേണ്ടി we can write these nodes in a topological sorting. We can done topological order. We can write it in a topological order or topological sorting can be done. എന്താണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്? വെരി സിമ്പിൾ വൺ. നോക്കുക, ഇതിൽ ആരാദ്യം ചെയ്യണം, പിന്നെ അതായത് ഏതൊക്കെ ഷെഡ്യൂൾസ്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്താൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആവും, അല്ലെങ്കിൽ സീരിയൽ ഷെഡ്യൂൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈക്വലന്റ് ആവും എന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ തന്നിരിക്കുന്ന പ്രസിഡൻസ് ഗ്രാഫിൽ ടേക്ക് എ നോഡ് വിത്ത് 0 ഇൻ ഡിഗ്രി, അതായത് ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള നോഡ് എടുക്കാം. ഇവിടെ T1 എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇൻ ഡിഗ്രി ഉണ്ട്. T2 എടുക്കുകയാണെങ്കിൽ ഇൻ ഡിഗ്രി 2 ആണ്. T3 എടുക്കുകയാണെങ്കിൽ ഇൻ ഡിഗ്രി 0 ആണ്. കണ്ടോ, ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് എഡ്ജ് വരണം. ഇതിൽ അതിലേക്ക് എഡ്ജ് വന്നിട്ടില്ല. സോ T3 ഈസ് ദി നോഡ് വിത്ത് ഇൻ ഡിഗ്രി 0. ഇനി നെക്സ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ T3നെ റിമൂവ് ചെയ്യുക, ഈ രണ്ട് എഡ്ജും റിമൂവ് ചെയ്യുക. ബാക്കി ഇനി ആരാണ്? T1 ഉം T2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ആരാണ് ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ളത്? T1. സോ നെക്സ്റ്റ് T1 വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് T1 കളഞ്ഞു, ആ എഡ്ജും കളഞ്ഞു, ബാക്കിയുള്ളത് വി ഹാവ് ഓൺലി T2. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. എങ്ങനെ? സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സീരിയൽ ഷെഡ്യൂൾ പ്രസന്റ് ആയിരിക്കും. ആ സീരിയൽ ഷെഡ്യൂൾ എങ്ങനെ കിട്ടും? ഇവിടെ T3 എന്ന് പറയുന്നത് ആരാണ്? T3 എന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് T3യുടെ എല്ലാ ഓപ്പറേഷനും ആദ്യം ചെയ്യുക, ദെൻ T1ന്റെ എല്ലാ ഓപ്പറേഷനും ചെയ്യുക, T2ന്റെ എല്ലാ ഓപ്പറേഷനും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓർഡർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, this is again a serial schedule and it is equivalent to this conflict and equivalent to this particular schedule given. Okay, so ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. Okay, so I think it is clear for all. Thank you all.